ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് മുമ്പ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഒരു പാറ്റേണും ഒക്കെ നമുക്ക് മനസ്സിലാവുക. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷിന്റെ ചാനലിൽ നിന്നാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവിടെ സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. ആൻസർ വൺ മസ്റ്റ് ഡു വൺസ് വർക്ക് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ വണ്ണ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ നമ്മുടെ ആൻസർ എന്താ വരിക? പ്രോനൗൺ ആയിട്ട് വരുന്നത് വൺസ് എന്നാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എപ്പോ വൺ വന്നാലും ഇവിടെ വരുന്നത് വൺസ് ആയിരിക്കും. ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്തായിരിക്കും? ഒന്ന് മൈൻഡിൽ കൊണ്ടുവരാ കേട്ടോ. ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്. അക്വന്റൻസ് ആണ്. അക്വന്റൻസ്. ഓക്കെ, അക്വന്റൻസിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. ACQUAIN. ടാൻസ് ആണ് കേട്ടോ. TANCE. അക്വന്റൻസ്. ഓക്കെ, അപ്പോ അക്വന്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അക്വന്റൻസ്. ഓക്കെ, ടാൻസ് ആണെന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി അടുത്ത ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദി ഫോളോയിങ്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദി ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. ആൻസർ എഫക്ട് ചെയ്യും അല്ലെ? എഫക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് എഫക്ട് ദി ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. നെക്സ്റ്റ് ഇസ് ഐഡന്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ്. വെനറേറ്റിന്റെ സിനോണിം ആണ് ചോദ്യം. വെനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പെക്ട് ചെയ്യുക അല്ലെ? വേണമെങ്കിൽ റേറ്റ് ചെയ്തിട്ട് നമുക്ക് റെസ്പെക്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ മുമ്പേ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ വെനറേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റെസ്പെക്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, നമ്മൾ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് ഗ്രാമർ ഫുൾ ടോപ്പിക്സുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വൊക്കാബുലറി, പിന്നെ നമ്മൾ 800 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സെഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഐഡന്റിഫൈ ദി ആന്റണിം ഫോർ ഇമാസിയേഷൻ. ഇമാസിയേഷന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിന്നായിട്ടുള്ള, ശോഷിച്ചിട്ടുള്ള. ഓക്കെ, അതാണ് ഇമാസിയേഷന്റെ മീനിങ് ആയിട്ട് വരുന്നത്. മെലിയുക എന്നൊക്കെ മീനിങ് ആണ്. അപ്പൊ ഇതിന്റെ ആന്റണിം ആയിട്ട് വരുന്ന വാക്ക് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഇൻവിഗറേഷൻ. ഇൻവിഗറേഷൻ എന്ന് പറഞ്ഞാല് ശക്തിപ്പെടുത്തുക. എന്താണ് ഇൻവിഗറേഷൻ? ശക്തിപ്പെടുത്തുക എന്നുള്ള മീനിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. ബ്ലേർഡ്, കൺഫ്യൂസ്ഡ്. ബ്ലേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, അതേ മീനിങ് വരുന്ന അല്ലെങ്കിൽ അതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മഡിൽഡ്, അൺക്ലിയർ ആണ്. മഡിൽഡ് എന്ന് പറഞ്ഞാലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മഡ് ചെളിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കും. ആ വഴിക്ക് പോണോ ഈ വഴിക്ക് പോണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ അൺക്ലിയർ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് എന്നുള്ള മീനിങ് വരുന്ന ഒരു പെയർ തന്നെയാണ് മഡിൽഡും അൺക്ലിയറും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഇസ് കോൾഡ്. അങ്ങനെയുള്ള ഒന്നിനെ നമ്മൾ പറയുന്നത് നിംബസ് ആണ് അല്ലെ? നിംബസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. ഓക്കെ, ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്, അതിനെയാണ് ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഐ ഡാഷ് ടു ദി മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ആൻസർ എന്തായിരിക്കും വരിക? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ? ആ നൗ കാണുമ്പോൾ നമുക്കറിയാം അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദിസ് ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇൻ ദി മാർക്കറ്റ്. പറയാമോ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദിസ് ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇൻ ദി മാർക്കറ്റ്. ഓക്കെ, കോസ്റ്റ്ലിയർ ദാൻ ആണ്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ ഈ കോസ്റ്റ്ലി ദാൻ എന്ന് പറയില്ല അല്ലെ? കോസ്റ്റ്ലി ദാൻ എന്ന് പറയില്ല. ദാൻ നമ്മൾ സാധാരണ കമ്പയറേറ്റീവിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനെ നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ കോസ്റ്റ്ലിയസ്റ്റ് എനിയൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഓപ്ഷൻ ബി അല്ല. ഓക്കെ, മോസ്റ്റ് കോസ്റ്റ്ലി എന്ന് പറയില്ല അല്ലെ? സോ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ദിസ് ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇൻ ദി മാർക്കറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഷീ എഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വർ പുട്ട് ബിഫോർ ഹെർ. അപ്പൊ എഗ്രീസ് ടു പറയാം, എഗ്രീസ് വിത്ത് പറയാം, എഗ്രി ഓൺ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ PSC ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദി സെന്റൻസ്. ഡിസ്പൈറ്റ് ബീങ് ദി ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദി ഡാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്.
Despite being the dominant partner in the relationship, the franchisor does not always have all the advantages. ഓക്കെ, വളരെ ഡൊമിനന്റ് ആയിട്ടുള്ള അധികാരമുള്ള ഒരു പാർട്ട്ണർ ആയിട്ട് കൂടി ഫ്രാഞ്ചൈസറിന് എപ്പോഴും അതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദി മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസന്റ് അറ്റ് ദി ഫംഗ്ഷൻ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, അതേപോലെ തന്നെ ലൈക്ക്, അൺലൈക്ക്, അല്ലെ, അക്കംപനീഡ് ബൈ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആരെ നോക്കണം? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം. ഓക്കെ, ഫസ്റ്റ് സബ്ജക്റ്റ് ആരാ? ചീഫ് മിനിസ്റ്റർ ആണ്. ചീഫ് മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദി മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഇസ് ടു ബി പ്രസന്റ് അറ്റ് ദി ഫംഗ്ഷൻ. ഓക്കെ, ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. നോ സൂണർ ഹാഡ് ഷീ എന്റർഡ് ദി റൂം ഡാഷ് ആൻഡ് എവ്രിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട്. ഈ നോ സൂണറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൊറിലേറ്റീവ് കൺജങ്ഷൻ എന്താ? നോ സൂണർ ദാൻ ആണ്, അല്ലെ? നോ സൂണർ ദാൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ്, ദാൻ ദ ലൈറ്റ്സ് വെന്റ് ഔട്ട്. ഓക്കെ, അടുത്ത് നോക്കാം. വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. അപ്പൊ ആഫ്റ്റർ ദി സെഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആദ്യം നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക. ഈ ഒരു ഡാഷിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് അവളെ മീറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ഇതാണ് സെക്കൻഡ് ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. വെൻ വി റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഫസ്റ്റ് നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടക്കുന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയണം. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ദ ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിന്റിംഗ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിംഗ്സ്. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിന്റിംഗ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിംഗ്സ്. ഓക്കെ, അപ്പോ എന്തായാലും ഇവിടെ പാസ്റ്റ് ടെൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ഡിനെ എടുത്ത് മാറ്റാം. ഇവിടെ ജസ്റ്റ് സീം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഹാവിന് ശേഷം നമ്മൾ സാധാരണ V3 ഫോം ആണ് യൂസ് ചെയ്യുക, അല്ലെ? അപ്പൊ ഹാവ് ഡിസ്ലൈക്കിംഗ് എന്ന് നമ്മൾ പറയില്ല. അപ്പൊ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സീംഡ് ഡിസ്ലൈക്കിംഗ് എന്ന് പറയില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ റോങ്. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. സീം ടു ഹാവ് ഡിസ്ലൈക്ഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾ ഓരോന്നിനെയും എലിമിനേറ്റ് ചെയ്തൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാതെ ജസ്റ്റ് ക്ലാസ് മാത്രം കേട്ടുപോയാൽ പോരാ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആലോചിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഇനി 88th ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. 89th വൺ നമുക്ക് നോക്കാം. ഓർണിത്തോളജി. ഓർണിത്തോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്, അല്ലെ? ഇറ്റ്സ് ഓപ്ഷൻ എ ആണ്. സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് ഓർണിത്തോളജി. ഇനി 90th ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫ്രം ദി ഫോളോയിങ്. ഡിസ്റ്റേസ്റ്റ്ഫുളിന്റെ മീനിങ് വരുന്ന ഒരു വേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ആൻസർ അൺപ്ലസന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ്ലെസ്സും കറക്റ്റ് ആണ്, അൺപ്ലസന്റും കറക്റ്റ് ആണ്. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ അൺപ്ലസന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമ്മൾ ഈച്ചിന് ശേഷം സിംഗുലർ വെർബ് അല്ലേ യൂസ് ചെയ്യണ്ടേ? അപ്പൊ അത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് കിട്ടും. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഇസ് വർക്കിംഗ് ഹാർഡ്, അല്ലെ? സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. അടുത്തത്. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഈ അക്യൂസ്ഡിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ചോദിക്കുകയാണെങ്കിൽ ഓഫ് ആണ്. അക്യൂസ്ഡ് മീ ഓഫ് ടോക്കിംഗ് ലൗഡ്ലി. കുറ്റപ്പെടുത്തുക, അല്ലെ? കുറ്റപ്പെടുത്തിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഓഫ് ആവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അക്യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കാം. 63rd ക്വസ്റ്റ്യൻ. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 5 years. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 5 years. ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി ഫോർ 5 years ആണ്. ഓക്കെ, വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 5 years. അപ്പൊ നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്ന എപ്പോഴാ? ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുമ്പോൾ, ഇപ്പൊ 1995 അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. ഒരു ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ നമുക്കറിയാം ഒന്നല്ലെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക, അല്ലെ? സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 5 years. അടുത്തത്. സീന ഡാഷ് ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ്. ഓക്കെ, സീന ഡാഷ് ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ്. ആൻസർ വരേണ്ടത് അതാണ് ആൻസർ. നാളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സീന വിൽ കം ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ്, അല്ലെ? വില്ലാണ് നമ്മൾ യൂസ് ചെയ്യുക, ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് തന്നെ. അടുത്തത്. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഓക്കെ, യുനാനിമസ് യാ, അല്ലെ? യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ. അല്ലാതെ യു കണ്ടിട്ട് വേഗം തന്നെ AEIOU ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആന് യൂസ് ചെയ്യരുത്.
അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക കേട്ടോ. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. വൺ ഹു ട്രീറ്റ്സ് സ്കിൻ ഡിസീസസ് ഇസ് നോൺ ആസ്. സ്കിൻ ഡിസീസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾ നമ്മൾ എന്താ പറയാ? ഡെർമറ്റോളജിസ്റ്റ് അല്ലെ, ഡെർമറ്റോളജിസ്റ്റ്. അടുത്തത് ഡു യു മൈൻഡ് ഡാഷ് ദി ആൻസേഴ്സ്. ഡു യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെർബിന്റെ ING ഫോം ആണ്. ഓക്കെ, അപ്പൊ ഡു യു മൈൻഡ് റൈറ്റിംഗ് ദി ആൻസേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി വേർഡ് ഡോർമെന്റ്? ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആണ്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാൻ, നമുക്ക് ഈ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീട്ടിനകത്താവില്ലേ, അപ്പൊ കുറച്ചുകൂടി ഇനാക്റ്റീവ് ആയിരിക്കും, നമുക്ക് ഓടാനൊന്നും പറ്റില്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇനാക്റ്റീവ്. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദി മോർണിംഗ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഈവനിങ് വാസ് ഹോട്ടർ ദാൻ ദി മോർണിംഗ്. ഇവിടെ ദാൻ കണ്ടപ്പോൾ നമുക്കറിയാം എന്തായാലും കമ്പാരിറ്റീവ് ആണ് വരിക അല്ലെ. അപ്പൊ ഹോട്ടിന്റെ കമ്പാരിറ്റീവ് എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഫോം ഇറ്റ് ഇസ് ഹോട്ടർ. സൂപ്പർലേറ്റീവ് ചോദിക്കുകയാണെങ്കിൽ ഹോട്ടസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. നത്തിങ് വിൽ ഹാപ്പൻ ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലെ. അപ്പൊ നത്തിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത് എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിനെ എടുത്ത് മാറ്റാം അല്ലെ. പിന്നെ ഇവിടെ വില്ലാണ് വന്നിട്ടല്ലേ, അപ്പൊ വില്ല് തന്നെ യൂസ് ചെയ്ത് പറയാം. വിൽ ഇറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നത്തിങ് വിൽ ഹാപ്പൻ, വിൽ ഇറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീറൈറ്റ് ദി ഫോളോയിങ് സെന്റൻസ് യൂസിങ് സോ ദാറ്റ്. സോ ദാറ്റ് യൂസ് ചെയ്തിട്ട് ഇത് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ജേം ഇസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് നേക്കഡ് ഐ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ ആൻസറിൽ സോ ദാറ്റ് വരണം. അതല്ലേ അവർ കൊടുത്തിട്ടുള്ളേ അല്ലെ. വളരെ സിമ്പിൾ ആണ് കേട്ടോ, ഇതൊക്കെ കണ്ട് പേടിക്കണ്ട. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഇവിടെ നോക്കാം. സോ ദാറ്റ് ഇല്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവും. അത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഓപ്ഷൻ ഡിനെ മാറ്റാം. ഇവിടെ സോ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ ദ ജേം ഇസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് നേക്കഡ് ഐ വെച്ച് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മീനിങ് മാറാൻ പാടില്ലല്ലോ. നമുക്ക് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ജേം ഇസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ഓക്കെ, നേക്കഡ് ഐ വെച്ച് കാണാൻ അത്രത്തോളം ചെറുതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എയിൽ മീനിങ് വ്യത്യാസമുണ്ട്. സോ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. എസ് യൂസ് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ആണെന്ന് അറിയാം. ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കുഡ് വന്നിട്ടുണ്ട് അല്ലെ, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സിനെ എടുത്ത് മാറ്റാം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് കിട്ടും കണ്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് ഓരോ ഓപ്ഷൻസിനെയും എലിമിനേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആദ്യം തന്നെ നോക്കുക എന്തെങ്കിലും നമുക്ക് ഇതേപോലെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതേപോലെ തന്നെ മീനിങ് മാറാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തത് ഫൈൻഡ് ദി വേർഡ് ഇക്വലന്റ് ടു എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബറാസ്മെന്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സെയിങ് വാട്ട് യു റിയലി വാണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് എന്താ വരുന്നത്? ഇതിന്റെ ആൻസർ ഇൻഹിബിഷൻ ആണ്. ഓക്കെ, ഇൻഹിബിഷൻ. ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുന്ന, നമുക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ഒരു ഷൈനസിനെയാണ് നമ്മൾ പറയാ ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പൊ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെർവസ് ഫീലിംഗ് ആണ്. നമുക്ക് ഉണ്ടാവുന്ന ഒരു ഷൈനസ് കാരണം നമുക്ക് നമ്മുടെ ഒറിജിനൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെയാണ് ഇൻഹിബിഷൻ എന്ന് പറയാം. നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഇൻഹിബിഷൻ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക് ഇൻ ദ ഗിവൺ ബിലോ സെന്റൻസ്. നൈദർ ഓഫ് ദം ഡാഷ് മീ. ഓക്കെ, നൈദർ ഓഫ് ദം ഡാഷ് മീ. അപ്പൊ ഇതിന്റെ ആൻസർ PSC കൊടുത്തിട്ടുള്ളത് നൈദർ ഓഫ് ദം ലവ്സ് മീ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്തത് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഹി സെഡ്. അപ്പൊ ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അപ്പൊ അലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈ ചെയ്യുക, വിഷമിച്ചിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു വാക്കാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വാക്കിന്റെ മീനിങ് അറിയെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ക്രൈഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ V2 ഫോം ആണ്. അപ്പോ ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഹാഡ് പ്ലസ് V3 ഫോം ആണ് വരിക. ശരിയല്ലേ? പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ, ടെൻസ് മാറ്റണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡബിൾ കോട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് ഒക്കെ മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഈ കാര്യമൊക്കെ എപ്പോഴും അറിഞ്ഞു വെച്ചേക്കുക. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ചേഞ്ച് ദി ഫോളോയിങ് സെന്റൻസ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഫോം, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ഫാസ്റ്റിന്റെ സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. ഇവിടെ ഒരു ഫാസ്റ്റസ്റ്റ് ഇരിക്കുന്നുണ്ട്, ഇവിടെയും ഫാസ്റ്റസ്റ്റ് ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ബാക്കി രണ്ട് ഓപ്ഷൻസിനെ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നോക്കുകയാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് ദാന് നമ്മൾ പറയില്ല അല്ലെ.
എപ്പോഴും കമ്പാരിറ്റീവ് ഫോമിലാണ് നമ്മൾ ദാൻ പറയാം. ഫാസ്റ്റർ ദാൻ എന്ന് പറയാം, പക്ഷെ ഫാസ്റ്റസ്റ്റ് ദാൻ നമ്മൾ പറയില്ല. അപ്പൊ അത് തെറ്റാണ്. പിന്നെ ഇവിടെ ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഇവിടെ ദ പ്ലസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിട്ടുണ്ട്. സോ ഓഫ് ഓൾ ദ തിങ്സ് ഇൻ ദി വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദി ഫാസ്റ്റ്. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. ഇനി അടുത്തത് ചൂസ് ദി കറക്റ്റ് പ്രപ്പോസിഷൻ ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക് ഗിവൺ ബിലോ. ദ ബർഗ്ലർ ജംപ് ഡാഷ് ദി കോമ്പൗണ്ട് വാൾ. എന്തായിരിക്കും ആൻസർ വരിക? ജംപ് ഓവർ എന്നാ നമ്മൾ പറയാം അല്ലെ. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ദ ബർഗ്ലർ ജംപ് ഓവർ ദി കോമ്പൗണ്ട് വാൾ. ഓക്കെ, അതിന്റെ ഓവർ ആയിട്ട് അതിന്റെ മുകളിലേക്ക് ചാടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദി ഇഡിയം ടൈ യോർ സെൽഫ് അപ്പ് ഇൻ ദി നോട്ട്സ്. ടൈ യോർ സെൽഫ് അപ്പ് ഇൻ ദി നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ആൻസർ ഇറ്റ് ഇസ് ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. ടൈ യോർ സെൽഫ് അപ്പ് ഇൻ ദി നോട്ട്സ്. നമ്മളിങ്ങനെ കുരുക്കിൽ പെടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമുക്ക് ഒന്നും അറിയാണ്ട് നിൽക്കുന്ന ഒരു കുരുക്കിൽ പെട്ടിട്ടുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതേപോലെ കേട്ടോ. ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. അതാണ് ടൈ യോർ സെൽഫ് അപ്പ് ഇൻ ദി നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കംപ്ലീറ്റ് ദി ഫോളോയിങ് സെന്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഓൺ ഡാഷ് വേ വി സോ ഡാഷ് വൺ ഐഡ് ബെഗർ. അപ്പോ ഇവിടെ നമുക്ക് വൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് എന്ത് കിട്ടും? അവിടെ എ ആണ് വരാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഓപ്ഷൻ എനെയും സിനെയും ഈ രണ്ട് ഓപ്ഷൻസ് എടുത്ത് മാറ്റാം. പിന്നെ ഓൺ ഡാഷ് വേ ഓൺ ദ വേ വി സോ എ വൺ ഐഡ് ബെഗർ ആണ്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിയല്ല, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു വഴി എന്നുള്ള രീതിയിൽ ഓൺ ദ വേ ആണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. സോ ഓൺ ദ വേ വി സോ എ വൺ ഐഡ് ബെഗർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദി എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദി എബ്രിവേഷൻ ഗിവൺ ബിലോ. എ എം ആണ് ചോദിച്ചിട്ടുള്ളത്. എ എം എന്ന് പറഞ്ഞാൽ എന്താ? ആന്റി മെറീഡിയം അല്ലെ. ആന്റി മെറീഡിയം ആണ് എന്തായാലും വരിക. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി എ എം എന്ന് പറഞ്ഞാൽ ബിഫോർ മിഡ് ഡേ അല്ലേ ആൻസർ ആയിട്ട് വരിക അല്ലെ. ബിഫോർ മിഡ് ഡേ ആണ്. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദി സിനോണിം ഫോർ ദി വേർഡ് ഫ്യൂഡ്. ഫ്യൂഡിന്റെ സിനോണിം ആയിട്ട് വരുന്നത് എന്താ? ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ തല്ല് പിടിക്കുക അല്ലെ, ക്വാറൽ ചെയ്യുക. ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക് യൂസിങ് കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് ഗിവൺ ഇൻ ദി ബ്രാക്കറ്റ്. ഐ ഡാഷ് സ്റ്റേ ഹിയർ ടിൽ സൺഡേ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ സൺഡേ ആണ്. ഓക്കെ, അപ്പൊ സൺഡേ വരെ, ഇത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, സൺഡേ വരെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതേപോലുള്ള പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ അത് പറയാനായിട്ട് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം ചൂസ് ദി റൈറ്റ് ഓപ്ഷൻ ദാറ്റ് സജസ്റ്റ് ചേഞ്ച് ഇൻ വോയിസ് ഓഫ് ദി സെന്റൻസ്. പ്ലീസ് ഡ്രോ ദി ഫിഗർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, അപ്പൊ പ്ലീസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താ വരിക? അവിടെ ഒരു റിക്വസ്റ്റ് ആണ് വരിക അല്ലെ. അപ്പൊ യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദി ഫിഗർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് fill in the blank using suitable preposition. I dash walk 10 miles without getting tired. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം അല്ലെ. പ്രസന്റിലെ എബിലിറ്റി പറയാനായിട്ട് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. പാസ്റ്റിലെ എബിലിറ്റി ആണെങ്കിൽ നമ്മൾ കുഡ് ആണ് യൂസ് ചെയ്യാം. ഇനി കംപ്ലീറ്റ് ദി ഫോളോയിങ് സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഇറ്റ് ഇസ് നോട്ട് റെയിനിങ്. നോട്ട് ഉണ്ട് അല്ലെ, അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്ത് നമ്മൾ യൂസ് ചെയ്യണം? പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ പറയണം. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇസ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി കമ്പൈൻ ദ ടു സെന്റൻസസ് യൂസിങ് സ്യൂട്ടബിൾ കൊറിലേറ്റീവ് കൺജങ്ഷൻ. ഇറ്റ് ഇസ് നോട്ട് യൂസ്ഫുൾ, ഇറ്റ് ഇസ് നോട്ട് ഓർണമെന്റൽ. അപ്പൊ രണ്ട് നോട്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇറ്റ് ഇസ് നൈദർ യൂസ്ഫുൾ നോർ ഓർണമെന്റൽ. അപ്പൊ രണ്ട് നോട്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് നൈദർ എന്ന് പറയാ അല്ലെ. നൈദർ നോർ. അപ്പൊ ഇറ്റ് ഇസ് നൈദർ യൂസ്ഫുൾ നോർ ഓർണമെന്റൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ചൂസ് ദി സിനോണിം ഓഫ് ദി വേർഡ് യൂട്ടിലൈസ്ഡ് ഇൻ ദി സെന്റൻസ് ഫ്രോം ദി ഗിവൺ ഓപ്ഷൻസ്. ഹി വാസ് കിൽഡ് ഇൻ ദി ബാറ്റിൽ ഫീൽഡ്. ഇവിടെ കിൽഡിന്റെ സിനോണിം ആയിട്ട് വരുന്ന ഒരു വാക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ദാറ്റ് ഇസ് സ്ലെയിൻ ആണ്. സ്ലെയിൻ എന്ന് പറഞ്ഞാല് കൊല്ലുക എന്നൊക്കെ ഒരു മീനിങ് തന്നെയാണ് വരുന്നത് കേട്ടോ. സ്ലെയിൻ എന്ന് പറഞ്ഞാലും ഏതാണ്ട് അതേ മീനിങ് ആയിട്ട് വരുന്ന ഒരു വാക്കാണ് സ്ലെയിൻ. ഓക്കെ, അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കുക. കോൺഫിസ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കോൺഫിസ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കോൺഫിസ്കേറ്റ്. ഓക്കെ, പിടിച്ചെടുക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ജപ്തി ചെയ്യുക കേട്ടോ. ഇനി fill in the blank using appropriate gerund form of the word given in the bracket. Do you mind? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. Do you mind അല്ലെങ്കിൽ would you mindന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് വെർബിന്റെ ing ഫോം ആണ്. Do you mind sharing some pictures of your trip on Facebook അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ദി വേർഡ്സ് അണ്ടർലൈൻ വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ദ ഡയറക്ടർ സമ്മൺഡ് മീ ആൻഡ് ആസ്ക്ഡ് ഫോർ എൻ എക്സ്പ്ലനേഷൻ. അപ്പൊ ഇവിടെ സമ്മണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വിളിച്ചു അല്ലെങ്കിൽ വിളിച്ചു കൊണ്ടുവരിക എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വാക്കാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ആൻസർ വരുന്നത് സെൻഡ് ഫോർ ആണ്. ഓക്കെ, സെൻഡ് ഫോർ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ സമ്മണ്ട് എന്ന് പറഞ്ഞാല് വിളിച്ചു വരുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത് അല്ലെ? അപ്പൊ 4 ആൾക്കാരെ വിട്ടിട്ട് സെൻഡ് ചെയ്തിട്ട് വിളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. സെൻഡ് ഫോർ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ഹി ഫെൽറ്റ് നോ ക്വാംസ് ഡാഷ് ബോറോയിങ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ്. ഏതായിരിക്കും നമ്മൾ കറക്റ്റ് പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യുക? നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വാംസ് എന്ന് പറഞ്ഞാൽ എന്താ? മനസാക്ഷിക്കുത്ത്. ഓക്കെ, അപ്പൊ ഈ ക്വാംസിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഓപ്ഷൻ ബി, എബൌട്ട് ആണ്. പഠിച്ചു വെച്ചേക്കണേ, ക്വാംസ് എബൌട്ട് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം കൺസൈൻറ്റിയസ്. കൺസൈൻറ്റിയസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്. ഓക്കെ, കൺസൈൻറ്റിയസ്. അപ്പോ സയൻസ്, നമ്മുടെ സയൻസുമായിട്ട് തന്നെ ഓർത്ത് വെക്കാം അല്ലെ? സയൻറ്റിയസ്. ഓക്കെ, കൺസൈൻറ്റിയസ് സയൻസിന്റെ സ്പെല്ലിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. കൺസൈൻറ്റിയസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസാക്ഷി പ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ കൺസൈൻറ്റിയസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ദി വേർഡ് ക്വിക്ക്ലി? ക്വിക്ക്ലി എന്ന് പറയുന്നത് ഏതായിട്ട് വരും? അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ, നൗൺ ആണോ, വെർബ് ആണോ? ക്വിക്ക്ലി അല്ലെ? ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ആഡ്വർബ് ആണ് അല്ലെ? ആഡ്വർബ് ആണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഹി വാക്സ് ക്വിക്ക്ലി എന്നൊക്കെ പറയാം അല്ലെ? അപ്പൊ വാക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കാണ് ക്വിക്ക്ലി. സോ എന്താണ്? ആഡ്വർബ് ആണ്. ക്രിയയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയാ. അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക, ആഡ്വർബ് എന്ന് പറഞ്ഞാല് വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന വാക്ക്, അതേപോലെ തന്നെ അഡ്ജക്റ്റീവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന വാക്കിനെ നമുക്ക് ആഡ്വർബ് എന്ന് പറയാം. അതേപോലെ തന്നെ ആഡ്വർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന വാക്കിനെയും ആഡ്വർബ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടൊന്ന് പഠിച്ചു പോവുക. ഈ ക്വിക്ക്ലി LY കാണുമ്പോൾ നമ്മളൊരു 90% അതിന് ആഡ്വർബ് ആയിട്ട് പറയാറുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക, ബ്രദർലി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നത് അത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഓക്കെ, ബ്രദർലി ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അപ്പൊ അതൊക്കെ എക്സെപ്ഷൻ ആയിട്ട് വരുന്നതാണ്. അതെല്ലാം അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ചൂസ് ദി ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ്? അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക, കറക്റ്റ് സ്പെല്ലിംഗ് ആണോ ചോദിച്ചിട്ടുള്ളത്, തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണോ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടെൻഷൻ കയറി തെറ്റിക്കരുത്, നോക്കുക. ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ്? നെസസറിയും ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3യും ആണ് തെറ്റായിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നെസസറിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് എല്ലാവരും പഠിച്ചേക്കുക, NECESSARY കേട്ടോ. നെസസറിനകത്ത് 2 S ആണ് ഉള്ളതെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമ്മുടെ പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ഇൻകറക്റ്റ് പ്രപ്പോസിഷൻ യൂസേജ്. ഓക്കെ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഹി ഈസ് അലർജറ്റിക് ടു കാറ്റ്സ്. പിന്നെ ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദി പിയാനോ. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ. അതായത് PSCയിൽ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസിസ്റ്റഡ് ഇൻ അല്ല, ഇൻസിസ്റ്റഡ് ഓൺ ആണ് അല്ലെ? അപ്പോ ഇതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കുക, ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദി അപ്കമിങ് ട്രിപ്പ്. അപ്പൊ അവിടെ ഒന്നും പ്രോബ്ലം ഇല്ല കേട്ടോ. ഹി ഈസ് അലർജറ്റിക് ടു അല്ലെ, ഫോണ്ട് ഓഫ്, എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? നമുക്കിവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ഗ്രാമാറ്റിക്കലി ശരി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ, ഷീ വെന്റ് ടു ദ സ്റ്റോർ യെസ്റ്റർഡേ. ശരിയാണ് അല്ലെ? ഇന്നലെ അവള് സ്റ്റോറിലേക്ക് പോയി. അപ്പോ പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഹി വാക്ക് 2 miles ദിസ് മോർണിംഗ്. ഈ വാക്ക് എന്നാണോ പറയാ? ഈ സിംഗുലർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കൂട്ടിന് ഒരാളും കൂടി ഇരിക്കട്ടെ, എസും കൂടെ ചേർക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹി വാക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്. പകരം എന്ത് പറയണം? ഹി വാക്സ് എന്ന് പറയണം. അപ്പൊ ഓപ്ഷൻ 2 തെറ്റാണ്. ഇനി ഓപ്ഷൻ 3 നോക്കാം. ദേ ഹാവ് ഈറ്റഡ്. ആസ് ഹാവ് ഹാഡിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് V3 ഫോം ഓഫ് ദി വെർബ് അല്ലെ? അപ്പൊ ഈറ്റഡ് എന്നുള്ളൊരു പ്രയോഗം ഇല്ല. നമ്മൾ എന്താ പറയാ? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അപ്പൊ ഹാവിന് ശേഷം V3 ഫോം വേണം വരാൻ. ഈറ്റഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്. അടുത്തത്, വി ഗോയിങ് ടു ദി പാർക്ക് ടുമാറോ. ഇവിടെ ഗോയിങ് എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ് അല്ലെ? ഈ ഗോയിങ്ങിന്റെ മുമ്പിൽ എസ്സോ ആറോ അതൊന്നും കൊടുത്തിട്ടില്ല, ആമോ. സാധാരണ നമ്മൾ INGക്ക് മുമ്പിൽ എസ്, ആറ്, ആം, വാസ്, വേർ ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ അതൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് ഓൾസോ റോങ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും ഓപ്ഷൻ 1 മാത്രമാണ് ശരി. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. നമ്മുടെ കോൺകോർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഈച്ച് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഞാൻ എല്ലാം വായിക്കുന്നില്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഇറ്റ്സ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈച്ചിന് ശേഷം മനസ്സിലാക്കി വെച്ചേക്കാം. അതിന് ശേഷം വി ഹാവ് ടു യൂസ് സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, സിംഗുലർ വെർബ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ തന്നെ ഈ ഓഫ് ഉണ്ടല്ലോ, ഓഫിന് ശേഷം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്ലൂറൽ നൗൺ ആയിരിക്കും. അത് പ്രത്യേകിച്ച് നിങ്ങൾ റൂളായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇട്ടസ് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദി പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എപ്പോഴും V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും അല്ലെ പാസീവ് വോയിസിനകത്ത്. ഓക്കെ, അപ്പൊ എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇത് കയറി വരണം കേട്ടോ. പാസീവ് വോയിസിൽ എപ്പോഴും നമ്മൾ V3 ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. ഇനി ഇവിടെ നോക്കിയ ഓപ്ഷൻ ഏത്? കേക്ക് വാസ് ബേക്കിംഗ് അല്ല അല്ലെ, ഞാൻ പറഞ്ഞു V3 ഫോം ആണ്. അപ്പൊ V3 ഫോം എന്ന് പറഞ്ഞാൽ ബേക്ക്ഡ് വേണം വരാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ബേക്ക് ആണ് നമ്മുടെ വെർബായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബേക്ക്ഡ് എന്ന് വേണം വരാൻ. അപ്പൊ ഇത് തെറ്റാണ്. ബേക്കിംഗ് അല്ലെ, ബേക്കിംഗ് ഉള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് മാറ്റാം. പിന്നെ ഓപ്ഷൻ ഡിയിലും ബേക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബേക്ക്ഡ് ഉണ്ട്, പക്ഷെ ഹാസ് ഹാവ് ഹാഡ് വരികയാണെങ്കിൽ എന്തായാലും ബീൻ വരണം അല്ലെ. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ആൻസർ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. നമ്മൾ കറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ എഴുതി ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി അല്ലെ. ഐ ക്യാപിറ്റൽ ആണ്. ഐ ആം ഗോയിങ് ടു ദി മോൾ. ഓക്കെ, ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 77. ഇനി 78 നോക്കാം. ഐഡന്റിഫൈ ദി ആന്റണിം ഓഫ് ദി വേർഡ് കംഫർട്ടബിൾ. ഓക്കെ, ഫോംഡ് വിത്ത് സഫിക്സ്. അപ്പൊ സഫിക്സ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ശേഷം യൂസ് ചെയ്യുന്ന കുഞ്ഞു വാക്കുകളാണ് കേട്ടോ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ ആണ് അല്ലെ. അപ്പൊ ആ വെർബിന് മുമ്പിൽ യൂസ് ചെയ്യേണ്ടതാണ് പ്രിഫിക്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കംഫർട്ട്ലെസ്. കംഫർട്ടിന് ശേഷമാണ് ഈ ഒരു കുഞ്ഞു വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, ചൂസ് ദി സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് ഫ്രേസൽ വെർബ് ഗിവൻ. അപ്പൊ ഗിവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ഡിഫീറ്റ് ആണ്. ഡിഫീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസേജ് ഓഫ് ജെറന്റ്. ജെറന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ തന്നെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ING ഫോം ഓഫ് ദി വെർബ് ആയിട്ട് പറയുന്നതാണ് ജെറന്റ് അല്ലെ. ഷീ എൻജോയ് സ്വിമ്മിങ് ഇൻ ദി ഓഷ്യൻ. ഓക്കെ, നീന്തൽ അവൾക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജെറന്റ് ആണ്. ഇനി അടുത്ത് നോക്കാം. വാട്ട് ഇസ് ദി ടേം ഫോർ ദി എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. ഒരുപാട് സംസാരിക്കുന്ന എന്ന മീനിങ് വരുന്ന വാക്ക് ഏതാ? വെർബോസിറ്റി അല്ലെ, വെർബോസിറ്റി. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് സിനോണിംസ് ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ്? ഗ്യാരുലസ് എന്ന് പറയും അല്ലെ, ഗ്യാരുലസ്. പിന്നെ ലൊക്കേഷ്യസ്. ലൊക്കേഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം സംസാരിക്കുന്ന അല്ലെ, ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും എന്നൊക്കെ കണക്ട് ചെയ്യാലോ. ഓക്കെ, അപ്പൊ വെർബോസിറ്റി ഇറ്റ് മീൻസ് ടോക്കറ്റീവ് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ലൊക്കേഷ്യസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അപ്പോ ഡയറക്ട് സ്പീച്ചിൽ കൊടുത്തിട്ടുള്ളത് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദി മീറ്റിംഗ് ഷീ സെഡ്. അപ്പൊ നമ്മൾ ഈ ഡയറക്ട് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ എപ്പോഴും നോക്കുക, ഇതിനകത്തുള്ള റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഡബിൾ കോഡ്സിനകത്തുള്ള വെർബിന്റെ ടെൻസ് മാറ്റുന്നത്. ഓക്കെ, വോണ്ട്. വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിൽ നോട്ട്. വിൽ നോട്ടിനെയാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് വോണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ വിൽ നോട്ട്. ഇനി ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ വിൽ എന്നുള്ളത് എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും അല്ലെ, അല്ലെങ്കിൽ വുഡ് നോട്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡന്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദി മീറ്റിംഗ്. ഓക്കെ, ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ. അപ്പൊ ഈ മാസ്കുലൈന്റെയും ഫെമിനൈൻ ജെൻഡറിന്റെ ഒക്കെ ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഏരിയ കുറച്ചും കൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദ ടൈഗ്രസ് ഇസ് നോൺ ഫോർ ഹിസ് സ്ട്രൈപ്സ്. ടൈഗ്രസ്. ടൈഗ്രസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണ് അല്ലെ, ഫെമിനൈൻ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഹിസ് അല്ല ഹേർ എന്ന് വേണം പറയാൻ. അപ്പൊ അത് തെറ്റാണ്. ഇനി വിക്സൺ. വിക്സൺ എന്ന് പറയുന്നത് ഫോക്സിന്റെ ഫെമിനൈൻ ആണ് വിക്സൺ അല്ലെ. ഫോക്സ് ഇങ്ങനെ കുറെ ഓലി ഇട്ടിട്ട് വിക്സ് യൂസ് ചെയ്യുന്നൊക്കെ വെറുതെ ഒന്ന് ഓർത്ത് വെക്കാട്ടോ. അപ്പൊ വിക്സൺ എന്ന് പറയുന്നത് ഫോക്സിന്റെ ഫെമിനൈൻ ആണ്. ഓക്കെ, ദ വിക്സൺ ഇസ് നോൺ ഫോർ ഹിസ് എന്നാണോ പറയാ? അല്ല അല്ലെ, ഹേർ എന്നാണ് പറയാ. സോ ദാറ്റ് ഇസ് ഓൾസോ റോങ്. ഓക്കെ, അടുത്ത് നോക്കാം. ദ സ്റ്റാലിയൻ ഇസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. ഓക്കെ, ഇത് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അവിടെ തെറ്റൊന്നുമില്ല. ദ ലയൺ ഇസ് നോൺ ഫോർ ഹെർ. ലയൺ എന്ന് പറയുന്നത് എന്താ? മാസ്കുലൈൻ ആണ് അല്ലെ. അപ്പൊ ഹെർ അല്ല വരിക, എന്താണ് വരേണ്ടത്? ഹിസ് എന്ന് വേണം വരാൻ.
സോ ഓപ്ഷൻ ഡി തെറ്റാണ്. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദി സെന്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. ഓക്കെ, അപ്പോ ഇതിലെ ഈ ഒരു ക്വസ്റ്റിനും PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ നൈറ്റ്, എന്തായാലും നൈറ്റ് ആണ് വരേണ്ടത്, KNIGHT ആണ് വരേണ്ടത്. NIGHT എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ. അപ്പൊ നൈറ്റ് റോഡ് അല്ല, RODE എന്ന് വേണം വരാൻ. പക്ഷെ ഇവിടെ അങ്ങനെ വരണ ഓപ്ഷൻസ് ഒന്നും ഇല്ല അല്ലെ. അതേപോലെ തന്നെ സൺസെറ്റ് ഒരുമിച്ചും വരണം. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് കറക്റ്റ് ആയിട്ട് വരണ ഓപ്ഷൻസ് ഒന്നും നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി? ഇതിൽ ഏതാണ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി? ഹി റൺസ്, ഫാസ്റ്റിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. അപ്പൊ ഇവിടെ ഫാസ്റ്റർ കൊടുത്തിട്ട് പിന്നെ വേറൊരു മോറും കൂടെ ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഡബിൾ കമ്പാരിറ്റീവ് ആയിട്ട് പോവും. അപ്പോ ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ് അടുത്തത്. ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു റിവീൽ എ സീക്രറ്റ് അല്ലെ. ഒരു സീക്രറ്റ് പുറത്ത് പറയുക എന്നുള്ളൊരു മീനിങ് ആണ് ടു സ്പിൽ ദ ബീൻസ്. ബീൻസ് സ്പിൽ ചെയ്യുക, അപ്പൊ അതിന് ബീൻസ് ഒക്കെ പുറത്തേക്ക് വരില്ല, അതേപോലെ തന്നെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരിക, സീക്രറ്റ് റിവീൽ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദി വെർബ്. ദ ചൈൽഡ് ഫോളൻ അസ്ലീപ് ഡ്യൂറിംഗ് ദി മൂവി. നമ്മൾ ഈ ഫോളിന്റെ V2 ഫോം എന്ന് പറയുന്നത് ഫെൽ ആണ്. ഓക്കെ, ഫോൾ, ഫെൽ, ഫോളൻ ഇങ്ങനെയാണ് പറയാ. അപ്പോ ദ ചൈൽഡ് ഫോളൻ V3 ഫോം ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വെറുതെ ഫോളൻ നിൽക്കോ ഇല്ല അല്ലെ. അതിന് മുമ്പിൽ ഹാസോ ഹാവോ ഹാഡൊക്കെ വരണം. അപ്പൊ എന്തായാലും ഇത് തെറ്റാണ്. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിംഗ് ദി മൂവി, അത് കറക്റ്റ് ആണ്. ദ ചൈൽഡ് ഫോളിംഗ് നമ്മൾ നേരത്തെയും പറഞ്ഞു, INGക്ക് മുമ്പിലും ഈ പറഞ്ഞ പോലെയുള്ള ആൾക്കാർ വരണം അല്ലെ, എസ്, ആർ, ആം ആരെങ്കിലൊക്കെ വരണം. അപ്പൊ അതും പറ്റില്ല. ദ ചൈൽഡ് ഫോൾഡ് എന്നുള്ളൊരു പ്രയോഗം ഇല്ല, ദാറ്റ് ഇസ് റോങ്. ഫെല്ലെന്നേ നമ്മൾ പറയുള്ളൂ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. ഈ റെയർലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാർഡ്ലി, സ്കേർസ്ലി, റെയർലി, നോ വൺ, നൺ എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരണം അല്ലെ. റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ് ആണ്, ഈറ്റ്സ് അല്ലെ. അപ്പൊ ഒരു എസ് ഉണ്ട്. അപ്പൊ എങ്ങനെ പറയണം? ഡസ് ചേർത്തിട്ട് പറയണം. ഓക്കെ, ഡസ് ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റെർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്? അതിനെ പറയുന്നത് ജനോസൈഡ്. ഓക്കെ, ജനോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ജനസിനെ തന്നെ, ഒരു എന്താ പറയാ, ഒരു ജനസിനെ തന്നെ കൊല്ലുക അല്ലെ. സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലുകയാണ്, കില്ലിംഗ് ആണ്, സൂയിസൈഡ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അത് ജനോസൈഡ് ആണ്. സെനോഫോബിയ എന്ന് പറഞ്ഞാൽ ഈ ഫോറിൻ നിന്നൊക്കെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനോടുള്ള ഒരു പേടിനെയാണ് നമ്മൾ എന്ത് പറയാ? സെനോഫോബിയ കേട്ടോ, സെനോഫോബിയ. വിദേശ വിദ്വേഷം എന്നൊക്കെ പറയും, അതിനെയാണ് നമ്മൾ സെനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിസോഗൈനിയൊക്കെ അറിയാലോ. ഗൈനി എന്ന് പറഞ്ഞാൽ ഗൈനി എന്നൊക്കെ പറഞ്ഞാൽ വുമൺ ആണ്, വൺ ഹു ഹേറ്റ്സ് വുമൺ ആണ് മിസോഗൈനി. ഇനി അടുത്ത ചോദ്യം, ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദി ഗിവൺ വേർഡ്. മെറ്റിക്കുലസ്. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള കേട്ടോ, വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? മെറ്റിക്കുലസ് എന്ന് പറയാ. ഇപ്പൊ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ, മീറ്റിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ മെറ്റ്, അപ്പൊ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടൊക്കെ നിൽക്കണം. ഏത് തരത്തിലുള്ള ആൾക്കാരെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കെയർഫുൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. വിച്ച് സെന്റൻസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഇതിൽ ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈച്ച് വെച്ചിട്ടുള്ള സെന്റൻസ് ആണ്. നമുക്കറിയാം ഈച്ചിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആണെന്നുള്ളത് അറിയാം അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ഇവിടെ ഹാവ് ആണ് വന്നിട്ടുള്ളത്, അപ്പൊ നമുക്ക് അതിനെടുത്ത് മാറ്റാം. അതേപോലെ തന്നെ ഓപ്ഷൻ ഡിനെ മാറ്റാം, അവിടെയും ഹാവ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈച്ച് ഓഫ് ദി ഗേൾസ്. അപ്പൊ ഈ ഗേൾസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇവിടുത്തെ പ്രോനൗൺ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഈച്ച് ഓഫ് ദി ഗേൾസ് നമ്മൾ എന്താ പറയാ? ഹാസ് ഹെർ ഓൺ ബാക്ക് ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഈച്ച് ഓഫ് ദി ഗേൾസ് കണ്ടിട്ട് ദയർ അല്ല, ഈ ഗേൾസിനനുസരിച്ചിട്ട് ഇവിടെ ഹെർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി വേർഡ് ഒബിക്വിറ്റസ് മീൻ? ഓക്കെ, ഒബിക്വിറ്റസ് ഒക്കെ SSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒബിക്വിറ്റസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, സർവ്വവ്യാപകമായിട്ടുള്ള എന്നൊക്കെ മീനിങ് വരുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പ്രസന്റ് ഓർ ഫൗണ്ട് എവ്രിവേർ ആണ്. ഓക്കെ, ഇറ്റ്സ് ഓപ്ഷൻ ബി. അടുത്തത്, വാട്ട് ഇസ് ദി ആന്റണിം ഫോർ ദി വേർഡ് എബണ്ടന്റ്? എബണ്ടന്റിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി, സ്കേർസ് ആണ്. ഓക്കെ, പ്ലെന്റിഫുൾ എന്ന് പറഞ്ഞാൽ ധാരാളം, എബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം, സഫീഷ്യന്റ് ധാരാളം, ആമ്പിൾ എന്ന് പറഞ്ഞാലും ഏതാണ്ട് അതേ മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി, സ്കേർസ് ആണ് അല്ലെ. ദൗർലഭ്യം എന്നൊക്കെ മീനിങ് വരുന്ന വാക്കാണ്. ഓക്കെ,
ഇപ്പൊ സ്കേർസിറ്റിക്ക് നമ്മളൊരു സിനോണിം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പോസിറ്റി എന്ന് പറഞ്ഞിട്ട്. അത് ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു പോവാട്ടോ. ഇനി വാട്ട് വേർഡ് മീൻസ്, വിച്ച് വേർഡ് എന്നാണ് കൊടുക്കേണ്ടത്. വിച്ച് വേർഡ് മീൻസ് ദ ക്വാളിറ്റി ഓഫ് ബീങ് ഓണസ്റ്റ് ആൻഡ് ഹാവിംഗ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ്, മോറൽ അപ്രൈറ്റ്നെസ്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് ഇന്റഗ്രിറ്റി അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ് വരുന്ന വേർഡ് ഇറ്റ് ഇസ് ഇന്റഗ്രിറ്റി ആണ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഓണസ്റ്റി എന്ന് പറയും അല്ലെ. യെസ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഇസ് ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഫ്രം വർക്ക് ഐ ഓഫൺ ഡാഷ് ഡൗൺ ഫോർ എ നാപ്പ് ബിഫോർ ഡിന്നർ. ഈ നാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉറക്കം അല്ലെങ്കിൽ ചെറിയൊരു മയക്കത്തെയാണ് പറയുന്നത് അല്ലെ. സോ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഫ്രം വർക്ക്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് പ്രസന്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി ലൈ, ലെയ്ഡ്, ലേ, അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളൊരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണാം. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ ലൈയുടെ 3 ഫോംസ് എന്ന് പറയുന്നത് ലൈ, ലേ, ലേൻ ആണ്. ഓക്കെ. അപ്പൊ ലൈന്റെ മീനിങ് എന്താ വരുന്നത്? ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലെ. ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഫ്രം വർക്ക് ഐ ഓഫൺ ലൈ ഡൗൺ ഫോർ എ നാപ്പ് ബിഫോർ ഡിന്നർ. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് നോക്കുക കേട്ടോ. കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് പഠിച്ചെടുക്കണേ. കാരണം ഇത് പലരും തെറ്റിക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്തത് വാട്ട് ഡസ് ദി ഇഡിയം ജംപ് ഓൺ ദി ബാൻഡ് വാഗൺ മീൻ? ജംപ് ഓൺ ദി ബാൻഡ് വാഗൺ, ഇതെല്ലാം നമ്മുടെ SSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി. ഓക്കെ. ഒരു പോപ്പുലർ ട്രെൻഡിലോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലോ ജോയിൻ ചെയ്യാം. നമ്മൾ ബാൻഡിൽ ജോയിൻ ചെയ്യുന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി ആണ് കേട്ടോ. വാട്ട് ഇസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി verb ടു കംപ്ലീറ്റ് ദി സെന്റൻസ്? ഐ ഡിഡ് ഇൻ ഡാഷ് ദി ആൻസർ. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. വളരെ സിമ്പിൾ ആണ്, പഠിച്ചു വെച്ചേക്കുക. ഡു, ഡസ്, ഡിഡിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എസ് ഒന്നും ചേർക്കാത്ത ഫോം. ഇനി എക്സാമിന് നമ്മുടെ അടുത്ത് ഹാസ് ആണോ ഹാവ് ആണോ ബേസ് ഫോം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഹാവ് ആണ്. നമുക്കറിയാം എസ് ചേർക്കാത്ത ഫോം അല്ലെ. അപ്പൊ ഹാവ് തന്നെയാണ് ബേസ് ഫോം ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നോക്കിയേ ഡിഡിന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിഡിന് ശേഷം ബേസ് ഫോം ആണ്, എസ് ഒന്നും ചേർക്കാത്ത ഫോം വേണം ആൻസർ ആയിട്ട് യൂസ് ചെയ്യാൻ അല്ലെ. ഇനി അടുത്ത് നോക്കാം. fill in the blank with the correct word dash the sweetest dogs in the neighborhood. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? they are അല്ലെ. they are ആണ്. they are the sweetest dogs in the neighborhood. Okay. ഇനി രാം സ്പീക്സ് ലെസ് ഇൻ ദി ഫോറം. സോ രാമസ് ഡാഷ്. അധികം സംസാരിക്കാത്ത ഒരാളെ നമ്മൾ എന്താ പറയാ? അധികം സംസാരിക്കാത്ത ഒരാളെ നമ്മൾ പറയുന്നത് യെസ് റെറ്റിസെന്റ് എന്ന് പറയും അല്ലെ. റെറ്റിസെന്റ്, ടാസിറ്റേൺ, ഇതൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? ഇതൊക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ടാസിറ്റേൺ അവരുടെ ടേൺ ആകുമ്പോൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. റെറ്റിസെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സംസാരിക്കുന്ന. ഇൻട്രോവേർട്ട് അല്ലെ, അല്ലെങ്കിൽ ഷ്രിങ്കിങ് വയലറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗ്യാരലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന. ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന അല്ലെ. ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ലൊക്കേഷ്യസ്. അതേപോലെ തന്നെ പിന്നെ ഏതാ ഉള്ളത്? വെർബോസ് എന്ന് പറയും. വെർബോസ് എന്ന് പറഞ്ഞാലും ഒരുപാട് സംസാരിക്കുന്ന. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ആഫ്റ്റർ ദേ റീച്ച് ദി ഹോട്ടൽ ദേ വിൽ ഇൻഫോം അസ്. ഇത് ഏത് സെന്റൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ആഫ്റ്റർ ദേ റീച്ച് ദി ഹോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. ദേ വിൽ ഇൻഫോം അസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫുൾ മീനിങ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് മെയിൻ ക്ലോസും ഇത് അതിന്റെ സബോർഡിനേറ്റ് ക്ലോസും ആണ് വരുന്നത്. അപ്പൊ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൻ ക്ലോസും ഡിപെൻഡന്റ് ക്ലോസും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് സെന്റൻസ് ആണെന്ന് പറയാ? കോംപ്ലക്സ് ആണെന്ന് പറയും അല്ലെ. രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ആൾക്കാരാണെങ്കിൽ സിറ്റുവേഷൻ ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും എന്നൊക്കെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ദിസ് ഇസ് ഡാഷ് ബുക്ക് ഐ മെൻഷൻ ഡാഷ് ഇയർ എഗോ. ആൻസർ വരുന്നത് ദിസ് ഇസ് ദ ബുക്ക് ഐ മെൻഷൻ എ ഇയർ എഗോ. അപ്പൊ ഇവിടെ ഇയർ കാണുമ്പോൾ നമുക്കറിയാം യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്, ഇയർ ആണ് അല്ലെ. അപ്പൊ തന്നെ നമുക്ക് കിട്ടി എ ആണെന്നുള്ളത് കിട്ടി. നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എടുത്ത് മാറ്റാം. പിന്നെ ദിസ് ഇസ് ദ ബുക്ക് ഐ മെൻഷൻഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ബുക്ക് തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ദ യൂസ് ചെയ്യണം അല്ലെ. ഇനി ഇയർ ആണ് ചോദിക്കണമെങ്കിലോ ആൻ ഇയർ പറയണം കേട്ടോ. ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ ഇ എന്നാണ് വരിക. ഇനി അടുത്തത് ദ പ്ലേയേഴ്സ് റീച്ച് ഡാഷ് ടൈം ദാറ്റ് ദ പ്ലേ സ്റ്റാർട്ടഡ് ഡാഷ് ടൈം. അപ്പോ നമ്മള് ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. അവര് സമയത്തിനുള്ളിൽ എത്തി എന്ന് പറയുമ്പോൾ, നേരത്തെ എത്തി അല്ലെങ്കിൽ സമയത്തിന് മുമ്പ് എത്തി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്ന് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ. ദ പ്ലേയേഴ്സ് റീച്ച് ഇൻ ടൈം ദാറ്റ് ദ പ്ലേ സ്റ്റാർട്ടഡ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സമയത്തിന് മുമ്പ് എത്തിയത് കൊണ്ട് തന്നെ കളി കറക്റ്റ് ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ മുമ്പ് എത്തുമ്പോൾ നമ്മൾ ഇന്ന് പറയണം, അല്ലെങ്കിൽ നമ്മൾ ഓൺ പറയണം. കറക്റ്റ് ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഓൺ പറയണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഡാഷ് റെയിനിങ് സിൻസ് മോർണിംഗ്. ആൻസർ വരുന്നത്
ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. ഓക്കെ, ഹാസ് ബീൻ ആണ്. അപ്പൊ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പോൾ നമ്മൾ എന്തായാലും പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഇന്ന് രാവിലെ മുതലേ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് ദ മാച്ച് വാസ് ഡാഷ് ഡ്യൂ ടു റെയിൻ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? മാച്ച് വാസ് കോൾഡ് ഓഫ് ആണ്. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു മീനിങ് ആണ് വരിക കേട്ടോ. നമ്മുടെ ഫോൺ കോൾ നമ്മൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു മീനിങ്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. കോൾഡ് ഓഫ് ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ക്യാൻസൽ. ക്യാൻസൽ ആണ്. ഓക്കെ. ഇനി രാധിക വാസ് ഡാഷ് ഷൈ ഡാഷ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ്. ഓക്കെ. അപ്പൊ രാധിക വാസ് എന്താ ആൻസർ ആയിട്ട് വരിക? ടു എന്നുള്ള പ്രയോഗമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ടു എന്നുള്ള പ്രയോഗം നമ്മൾ കുറച്ചിങ്ങനെ നെഗറ്റീവ് സെൻസിൽ പറയുന്ന ഒരു ടേം ആണ് കേട്ടോ. രാധിക വാസ് ടു ഷൈ ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ്. ഓക്കെ. ഇനി അടുത്ത നോക്കാം. കൺവേർട്ട് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ടുമാറോ വി വിൽ മീറ്റ് സെഡ് ദി ടീച്ചർ ടു ദം. അപ്പൊ ഇവിടെ സെഡ് കൊടുത്തിട്ടുണ്ട്, പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡബിൾ കോട്സിൽ കൊടുത്തതിന്റെ ടെൻസ് നമുക്ക് മാറ്റാം അല്ലെ. അപ്പൊ ടുമാറോ എന്നുള്ളത് എന്തായിട്ട് വരും? നെക്സ്റ്റ് ഡേ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസ് എടുത്ത് മാറ്റാം. ഇനി ഇതിനകത്ത് നമ്മൾ എന്താ നോക്കണ്ടേ? വിൽ മീറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ വിൽ എന്നുള്ളത് എന്തായിട്ട് വരണം? വുഡ് ആയിട്ട് വരണം. ഓക്കെ. സോ നമ്മുടെ ആൻസർ എന്താ വരിക? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അടുത്തത് ഹി ഹാഡ് ഡൺ ഇറ്റ്. ഇതിന് ചേഞ്ച് ദി വോയിസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹി ഹാഡ് ഡൺ ഇറ്റ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസ് മാറാൻ പാടില്ല എന്ന് ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഹാഡ് പ്ലസ് V3 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഹാഡ് ഉണ്ടെങ്കിൽ എന്തായാലും ബീൻ എന്നുള്ള വാക്ക് ഉണ്ടാവും അല്ലെ. ഹാഡ് ബീൻ ഡൺ. ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം ബീൻ എന്നുള്ള വാക്ക് എന്തായാലും ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇറ്റ് ഹാഡ് ബീൻ ഡൺ ബൈ ഹിം. ഓക്കെ. അതേപോലെ തന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ യു ആർ റിസൈനിങ് ദി ജോബ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ആർ യു ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും ആൻസർ ഓപ്ഷൻ എ ആർ ഇൻ ടു എന്നൊക്കെ ചിന്തിക്കാനുള്ള റീസൺ ഉണ്ട്. കാരണം ഇവിടെ ഇത് പോസിറ്റീവ് അല്ലേ, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പലരും ആർ ഇൻ ടു പറയാ. പക്ഷെ സോ യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സോ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ആൻസർ ആയിട്ട് പറയണം? ആർ യു വേണം നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ. ഓക്കെ. അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോണേ, തെറ്റിക്കരുത്. അടുത്തത് ട്രാൻസ്ഫോം ദി സെന്റൻസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മീനിങ്. എവ്രിബഡി ലവ്സ് ഹിസ് വീഡിയോസ്. അപ്പോൾ ഇതിന്റെ അതേ മീനിങ് വരുന്ന സെന്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എവ്രിബഡി ലവ്സ് ഹിസ് വീഡിയോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എവ്രിബഡി ഡോണ്ട് ലവ് ഹിസ് വീഡിയോസ്, അത് മീനിങ് വൈസ് തെറ്റാണ് അല്ലെ. ഇനി അടുത്ത് നോക്കാം. എവ്രിബഡി ഡസന്റ് ലവ് ഹിസ് വീഡിയോസ്, അതും മീനിങ് വൈസ് ആയിട്ട് തെറ്റാണ്. ഹൂ ഡസ് ലവ് ഹിസ് വീഡിയോസ്, അതേപോലെ തന്നെ ഹൂ ഡസന്റ് ലവ് ഹിസ് വീഡിയോസ്, ആർക്കാണ് അവന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് അല്ലെ. എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ള മീനിങ് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. എവ്രിബഡി ലവ്സ് ഹിസ് വീഡിയോസ്. ഓക്കെ. വാട്ട് എ സൂപ്പർ ഷോ അല്ലെ. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലെ. എക്സ്ക്ലമേറ്ററി സെന്റൻസ്. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഹി ഡിഡ്ന്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. അവൻ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് അവന് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടല്ലോ, അവൻ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ഹി ഡിഡ്ന്റ് ഗെറ്റ് ദി ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഓക്കെ. അപ്പൊ 72th ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. മിഷൽ ഇസ് ഡാഷ് ദാൻ നട്ടാഷ. നമുക്കറിയാം ഓൾഡർ ദാൻ എന്നാണ് നമ്മൾ പറയാ അല്ലെ. ഓൾഡർ ദാനും എൽഡർ ടു എന്നാണ് പറയാ. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓൾഡർ ദാനും എൽഡർ ടു കേട്ടോ. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഇനി 74th വൺ. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു ആണ്. ലുക്ക് ഫോർവേഡ് ടു, അതിനുശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ING ഫോം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ജെറണ്ട് യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. ഓക്കെ. അപ്പൊ 74th ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ഇനി 75 നോക്കാം. റിപ്പോർട്ട് ദി സെന്റൻസ്. ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ഹിയർ. ഓക്കെ. അപ്പോ ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റം വരുത്തണം അല്ലെ. ഐ ഹാവ് ബീൻ ഹിയർ എന്നുള്ളത് എന്തായിട്ട് വരും? ഹാവ് ബീൻ എന്നുള്ളത് ഹാഡ് ബീൻ ആയിട്ട് വരും. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻസിൽ ഹാഡ് ബീൻ ആണ്. ഹിയർ എന്നുള്ളത് എന്തായിട്ട് മാറും? ദെയർ ആയിട്ട് മാറും.
അല്ലെ? അപ്പൊ ഇവിടെയും തേറുണ്ട്, ഇവിടെയും തേറുണ്ട്. ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് മാറ്റാം. ഓക്കെ. പിന്നെ ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ഹിയർ. അപ്പൊ ജോഷുവ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഐ എന്നല്ല പറയാ, എന്ത് പറയണം? ഹീ എന്ന് വേണം പറയാൻ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദി കോർണർ? നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. റൗണ്ട് ദി കോർണർ എന്ന് പറഞ്ഞാൽ വെരി നിയർ ആണ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കോമ്പൗണ്ട് വേർഡ് ഫ്രം ദി വേർഡ്സ് ഗിവൺ ബിലോ. അപ്പൊ ഇതിൽ ഏതാ കോമ്പൗണ്ട് വേർഡ് ആയിട്ടുള്ളത്? ഹോൾവേ ആണ്. 2 വാക്കുകൾ ഫോം ചെയ്യുന്ന ഒരു വേർഡിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. ഹോൾ ഉണ്ട്, വേ ഉണ്ട്. ഓക്കെ, അപ്പൊ 77th ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് എ ഫീമെയിൽ ടൈഗർ കോൾഡ്? ടൈഗ്രസ് ആണ് അല്ലെ? ഓക്കെ, ഫീമെയിൽ ടൈഗർ നമ്മൾ എന്താ പറയാ? ടൈഗ്രസ് എന്ന് പറയും. പ്രിഫിക്സ് ഇസ് ലെറ്റർ ദാറ്റ് കം അറ്റ് ദി ബിഗിനിങ് ഓഫ് എ വേർഡ്. പ്രിഫിക്സ്, സഫിക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറയുന്നതാണ്. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ പ്രീ അല്ലെ? അപ്പൊ ബിഗിനിങ് ആണ്. പ്രിപ്പയർ ദി ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. എന്തായിരിക്കും? സിനോപ്സിസ് ആയിരിക്കും. സിനോപ്സിസ്. സിനോപ്സിസ് ആണ് അതിന്റെ പ്ലൂറൽ ആയിട്ട് വരിക കേട്ടോ. അത് സിനോപ്സിസ് സിംഗുലർ ആണ്. ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ്. അപ്പൊ സംതിങ് വരുമ്പോൾ എന്തായാലും ഇറ്റ് ആയിരിക്കും വരിക എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഹാപ്പൻഡ് ഉണ്ട്, ഇ.ഡി. ഉണ്ട്. അപ്പൊ നമുക്കറിയാം എന്താ വരിക? ഡിഡ് കൂട്ടിയിട്ട് വരണം അല്ലെ? അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ആൻസർ ഡിഡിന്റ്, ഇറ്റ് ആണ് നമ്മുടെ ആൻസർ. Put the correct preposition. The program starts dash 8:15 a.m. The program starts at 8:15 a.m. എക്സാക്ട് ആയിട്ട് ഒരു ടൈം പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഏതാ യൂസ് ചെയ്യുക? അറ്റ് വേണം യൂസ് ചെയ്യാൻ. The principal dash to speak to you. The principal wants to speak to you. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള wants ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 84th one, turn the given sentence from active voice to passive voice. Specify which of the following answer is right. ഓക്കെ, ആക്റ്റീവ് വോയിസിനെ പാസീവിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മേരി ഓപ്പൺ ദ ഡോർ. നമുക്കറിയാം ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ടെൻസിന് മാറ്റം വരില്ല അല്ലെ? അപ്പൊ എന്താ വരണ്ടേ? ഇവിടെ ഓപ്പൺഡ് പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ആൻസർ വരണം അല്ലെ? പിന്നെ V3 ഫോമും വരണം. പിന്നെ ഇവിടുത്തെ ഒബ്ജക്റ്റ് വേണം, ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരാൻ. സോ ആൻസർ ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. ദി ഗിവൺ സെന്റൻസ് യൂസിംഗ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വേർഡ്. ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മാൾ യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡ്ന്റ് ടേൺ അപ്പ്. അപ്പൊ അവൻ വന്നില്ല അല്ലെ? ടേൺ അപ്പ് എന്ന് പറഞ്ഞാല് വന്നില്ല, പ്രത്യക്ഷപ്പെട്ടില്ല എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ബട്ട് ഹി ഡിഡ്ന്റ് ടേൺ അപ്പ്. അടുത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആമിക്കബിൾ. ആമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ലി ആണ് അല്ലെ? സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ആമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഇസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ്? കോഷ്യസിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയുള്ള അല്ലെ? അപ്പൊ അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ റെക്ലെസ് ആണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത. ഇതും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്ട്ലി സ്പെൽഡ്? ഏതാണ്? മഹാവിപത്ത് എന്ന മീനിങ് വരുന്ന വാക്ക് കാറ്റസ്ട്രോഫെ അല്ലെ? ഇറ്റ്സ് ഓപ്ഷൻ സി ആണ്, കാറ്റസ്ട്രോഫെ. ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി. പൈസ ഇല്ലാത്ത ഒരാളെ പറയുന്നത് പോപ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ പാപ്പർ എന്നൊക്കെ പറയും. ആ ഒരു വേർഡാണ് പോപ്പർ കേട്ടോ. എജൈൽ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെ? നിമ്പിൾ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലെ? പാസർ ബൈ. പാസർ ബൈ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരൻ എന്നുള്ളൊരു മീനിങ് ആണ് പാസർ ബൈ വരുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറന്റ്? ജെറന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ING ഫോം എന്തായാലും ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരിക? ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ. ഹി എൻജോയ്സ് പ്ലേയിങ്. കണ്ടോ? പ്ലേയിങ്. നമുക്കറിയാം സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുമ്പോൾ ആ സ്മോക്കിംഗ് എന്താ? ജെറന്റ് ആണ്. അതേസമയം ഹി ഈസ് സ്മോക്കിംഗ് എന്ന് പറയുകയാണെങ്കിലോ ആ സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്താ? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിന്റ്മെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ഡാഷ് റൂം അക്രോസ് ഡാഷ് ഹോൾ ഫ്രം ഇറ്റ്. എന്തായിരിക്കും ആൻസർ വരിക? ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിന്റ്മെന്റ്. അപ്പൊ എന്ത് ഡിസപ്പോയിന്റ്മെന്റ് ആണെന്ന് വല്ലതും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എ എന്നുള്ള രീതിയിൽ എടുക്കാം. ഡിസപ്പോയിന്റ്മെന്റ് പ്രൊനൗൺസിയേഷൻ എന്താ? ഡി ആണ് വരുന്നത്. അപ്പൊ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആൻ എന്തായാലും വരില്ല. ഓക്കെ, പ്രൊനൗൺസിയേഷൻ നോക്കാം, അതിന്റെ സൗണ്ട് നോക്കാം. അപ്പൊ എന്തായാലും എ ആണ് വരണേ എന്നുള്ള കാര്യം അറിയാം. ആൻ എന്തായാലും വരില്ല. അപ്പൊ ഇത് നമുക്ക് ഓപ്ഷൻ മാറ്റാം. പിന്നെ ദയും വരില്ല, കാരണം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ദാറ്റ് വാസ് എ ഡിസപ്പോയിന്റ്മെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ഡാഷ് റൂം അക്രോസ് ഡാഷ് ഹോൾ ഫ്രം ഇറ്റ്. അപ്പൊ അടുത്ത 2 ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ദ റൂം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി അല്ലെ? 2 കേസിലും ദ തന്നെയാണ്. അപ്പൊ വി മാനേജ് ടു ഗെറ്റ് ദ റൂം അക്രോസ് ഡാഷ് ഹോൾ ഫ്രം ഇറ്റ്. ഹോളിന്റെ മുമ്പിൽ നമ്മൾ എന്തായാലും ആന് കൂട്ടിയിട്ട് പറയില്ല അല്ലെ? അപ്പൊ നമുക്ക് ദ എന്തായാലും എടുക്കാം. അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് വാസ് എ ഡിസപ്പോയിന്റ്മെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ദ റൂം അക്രോസ് ദി ഹോൾ ഫ്രം ഇറ്റ്. അപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി ഉണ്ടല്ലോ, ഇതേപോലെ പല ഓപ്ഷൻസ് നമുക്ക് മാറ്റിയൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം.
As soon as he came, he made sure that everything was all right. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. As soon as he came, he made sure that everything was all right. Okay. ഇനി change into a negative sentence without changing its meaning. ഇതിന്റെ മീനിങ് മാറാൻ പാടില്ല കേട്ടോ. ഇതിന്റെ മീനിങ് മാറ്റാണ്ട് എന്നാൽ അതിനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലുള്ള ആൻസർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. No sooner did he come, then he made sure that everything was all right. ഓക്കെ, അപ്പൊ ഇവിടെ മീനിങ് മാറിയിട്ടില്ല അല്ലെ. He made sure that everything was all right. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് he made sure that everything was all right. പിന്നെ no sooner കാണുമ്പോൾ നമുക്കറിയാം അത് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് no sooner. പിന്നെ നോക്കിയേ no soonerന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പോ ഏതൊക്കെയാ ഓക്സിലറി വെർബ്? ഡു, ഡിഡ്, ഹാസ്, ഹാവ് ഒക്കെ അങ്ങനെയുള്ള വാക്കുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ അതും ഇവിടെ ഒബേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ പരിഗണിക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ ആസ് സൂൺ ആസ് ഹി കെയിം ഹി ഡിഡ് നോട്ട് മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. എല്ലാം ശരിയായി എന്നുള്ളത് അവൻ ഉറപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹി ഡിഡ് നോട്ട് മേക്ക് ഷുവർ എന്നാണ്. അപ്പൊ തെറ്റല്ലേ? മീനിങ് മാറുന്നുണ്ടല്ലോ. അപ്പൊ ഇതല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്ത് നോക്കുക നോ സൂണർ ഹി കെയിം. ഇത് എന്തായാലും അല്ല, കാരണം നോ സൂണറിന് ശേഷം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിലറി വെർബേ വരുള്ളൂ. അപ്പൊ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പൊ ഇതല്ലാന്ന് മനസ്സിലായി. ഇനി ആസ് സൂൺ ആസ് ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് നത്തിങ് വാസ് ഓൾ റൈറ്റ്. അപ്പൊ ഒന്നും ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ മീനിങ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല? അല്ല അല്ലെ. ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. അപ്പൊ ഇതുമല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് ഓപ്ഷൻ എ ആണ്. മനസ്സിലായി? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. കാരണം മീനിങ് വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മുടെ ഇൻവേർഷൻ റൂൾ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഓപ്ഷൻ എ ആണോ സി ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ജെയിംസ് ഡാഷ് ഇനഫ് മണി ഹി ഡാഷ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. ഓക്കെ, എന്താ ആൻസർ വരിക? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. എങ്ങനെ കിട്ടിയ ആൻസർ? നെക്സ്റ്റ് ഇയർ ആണ് അല്ലെ. നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു വാക്ക് വരികയാണെങ്കിൽ എന്തായാലും പാസ്റ്റ് ടെൻസ് അവിടെ വരില്ല. പിന്നെ എന്തായിരിക്കും വരിക? പ്രസന്റ് ആയിരിക്കും അവിടെ വരിക അല്ലെ. അപ്പൊ ഹാഡ് എന്തായാലും അല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഹാവും ഉണ്ട്, ഹാസും ഉണ്ട്. ഇവിടെയും ഒരു ഹാസ് ഉണ്ട്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ജെയിംസ് സിംഗുലർ ആണ്. അപ്പൊ എന്തായാലും ഹാവ് വരില്ല. പിന്നെ ഇഫ് ജെയിംസ് ഹാസ് ഇനഫ് മണി ഹി വുഡ്. ഇവിടെ പ്രസന്റും പിന്നെ ഇവിടെ വീണ്ടും വുഡ് ആണ് വന്നിട്ടില്ല. അപ്പൊ അതെന്തായാലും വരില്ല അല്ലെ. അപ്പൊ ഹാസും പ്രസന്റും ഫ്യൂച്ചറും തമ്മിലുള്ള കണക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇഫ് ജെയിംസ് ഹാസ് ഇനഫ് മണി ഹി വിൽ ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫ്യൂച്ചർ വരുമ്പോൾ നമ്മൾ അധികം പാസ്റ്റ് യൂസ് ചെയ്യില്ല. അടുത്ത ചോദ്യം ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക്. എന്തായിരിക്കും? ഹി വാസ് ആബ്സെന്റ് ബിക്കോസ് ഹി വാസ് സിക്ക്. അതിന്റെ റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അവൻ ആബ്സെന്റ് ആയതിന്റെ റീസൺ ആണ് അവന് വയ്യാത്തോണ്ടാണ് അവൻ ആബ്സെന്റ് ആയി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത നോക്കാം. ചൂസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റൻ ഒന്നും കൊടുത്തിട്ടില്ല. അവര് ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ക്വസ്റ്റൻ ഇടാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്തായാലും ക്യാൻസൽ ചെയ്യും. അടുത്ത് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, എന്താണ്? ഡിസ്ക്രിപ്പൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രിപ്പൻസി. അപ്പൊ ഡിസ്ക്രിപ്പൻസിയുടെ സ്പെല്ലിംഗ് എന്താ വരുന്നത്? DISCREPANCY. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ എന്താ? വിപരീതം, വ്യത്യാസം എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് ഡിസ്ക്രിപ്പൻസി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. എന്തായിരിക്കും ആൻസർ? ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറഞ്ഞാൽ മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. എന്താണ് മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്? അടുത്ത ചോദ്യം നോക്കാം. ദേ സെഡ് ലെറ്റ് us come in. ലെറ്റ് അസ് കം ഇൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടെ നോക്കുക. അതായത് ലെറ്റ്സ് കം ഇൻ എന്ന് പറഞ്ഞാലും ലെറ്റസ് കം ഇൻ എന്ന് പറഞ്ഞാലും ഡിഫറൻസ് ഉണ്ട്. ലെറ്റ്സ് കം ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും അനുവാദം ചോദിക്കില്ല, അങ്ങനെ കയറി വരിക എന്നുള്ളൊരു മീനിങ്ങിലാണ് ലെറ്റ്സ് കം ഇൻ. മറ്റേ ലെറ്റസ് കം ഇൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറിക്കോട്ടെ, ഒരു അനുവാദം ചോദിക്കുകയാണ് അല്ലെ, ലെറ്റസ് കം ഇൻ. പിന്നെ നമുക്കറിയാം ലെറ്റ് എന്ന് പറയുമ്പോൾ അത് ഇംപരേറ്റീവ് ആണ് അല്ലെ, ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇംപരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ എന്തെങ്കിലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് യൂസ് ചെയ്യല്ലേ, റിക്വസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ കമാൻഡഡ് എന്നോ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ അവിടെ എക്സ്ട്രാ പറയാറുണ്ട്. ഇനി ലെറ്റസ് കം ഇൻ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദേ റിക്വസ്റ്റഡ് ദാറ്റ് ദേ മൈറ്റ് ബി അലൗഡ് ടു കം ഇനും ഉണ്ട്, ദേ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കം ഇൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. റിക്വസ്റ്റഡ് അല്ലെങ്കിൽ ഇതേപോലെ ഒരു വാക്ക് എന്തായാലും ഉണ്ടാവും അല്ലെ. ഇനി നോക്കുക, ദേ റിക്വസ്റ്റഡ് ദാറ്റ് ദേ മൈറ്റ് ബി അലൗഡ് ടു കം ഇൻ. ഇവിടെ കൊടുത്തിട്ടുള്ളത് ദേ റിക്വസ്റ്റഡ് മീ ആണ്. ഇവിടെ മീ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ മീനിങ് വൈസ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ആൻസർ ഇറ്റ്സ് ഓപ്ഷൻ ബി, ദേ റിക്വസ്റ്റഡ് ദാറ്റ് ദേ മൈറ്റ് ബി അലൗഡ് ടു കം ഇൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്പീച്ച് മെയ്ഡ് ബൈ സമ്മൺ ഫോർ ദി ഫസ്റ്റ് ടൈം. ആദ്യത്തെ തവണ പറയുന്ന സ്പീച്ച് അതിനെ പറയുന്നത് മെയ്ഡൻ സ്പീച്ച് ആണ് കേട്ടോ. എന്താ പറയാ? മെയ്ഡൻ സ്പീച്ച്. എക്സ്റ്റംബർ എന്ന് പറഞ്ഞാൽ എന്താ?
പെട്ടെന്നൊരു ടോപ്പിക് തരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലെ. അപ്പൊ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ, അതിനെയാണ് നമ്മൾ എക്സ്റ്റംബർ എന്ന് പറയുക. ഇതെന്താണ്? മെയ്ഡൻ സ്പീച്ച് ആണ്. ഓക്കെ. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ഓക്കെ, എന്തായിരിക്കും ആൻസർ വരിക? ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. നമ്മുടെ ആൻസർ, യെസ്, എല്ലാവരും കമന്റ് ചെയ്തോളൂ. നമ്മുടെ ആൻസർ എന്താ വരിക? അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, നോട്ട് ഇൻ അഡീഷൻ ടു ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കുക അല്ലെ. ഫസ്റ്റ് സബ്ജക്ട് എന്താ? ദ ടൂറിസ്റ്റ് ആണ്. അപ്പൊ ദ ടൂറിസ്റ്റ് എന്താ വരിക? ഹാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. യെസ്, ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ഹാസ് ആണ്. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ആണ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് ഒക്കെ വരുമ്പോ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ടാഗാ യൂസ് ചെയ്യുക? ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് ഒക്കെ വരുന്ന സമയത്ത് യെസ്, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് അല്ലെ. ഷാൽ വി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. എന്താണ് ആൻസർ? ഷാൽ വി. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ടു ഇൻഡയറക്ട് സ്പീച്ച്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ എക്സാമിന് കയറിനേക്കാൾ മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒന്ന് കാലത്തിട്ടുണ്ടായിരുന്നു. സെയിം ഒരു കൺസെപ്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹി സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. അപ്പോ ഇതിന്റെ ആൻസർ എന്താ വരിക? ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ യെസ്, ഹി സെയ്സ് ഐ ആം അറ്റൻഡിങ് ആണ് അല്ലെ. ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ആൻസർ വേഗം കമന്റ് ചെയ്തോളൂ എല്ലാവരും. കമന്റ്സ് വരട്ടെ. അപ്പൊ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിലോ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസോ അങ്ങനെ പ്രസന്റ് ആര് വരികയാണെങ്കിലും നമ്മൾ എന്ത് നോക്കണം? ടെൻസ് മാറ്റാൻ പാടില്ല അല്ലെ. സെയിം ടെൻസ് ആയിരിക്കണം. അപ്പൊ ഐ ആം അറ്റൻഡിങ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓക്കെ, നമ്മൾ കാലത്ത് ഇട്ടിട്ടുള്ള വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദി പുവർ. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. അപ്പോ ഹാഡ് കണ്ട് ഹാഡിന് ശേഷം V3 ഫോം ആണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ V3 ഫോം ഒന്നും അല്ല, ജസ്റ്റ് മണി എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. ഹാസിന്റെയും ഹാവിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് എന്ന് പറഞ്ഞാൽ അല്ലെ. സോ ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 84th വൺ. എന്തായിരിക്കും? വുഡ് പ്ലസ് V1 അല്ലെ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി, വുഡ് പ്ലസ് V1. പ്രത്യേകം നോട്ട് ചെയ്യണം, ഹാഡിന് ശേഷം V3 ആണെങ്കിൽ മാത്രമേ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഹാവ് പ്ലസ് V3 പറയുള്ളൂ അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദി ചൈൽഡ്. ബിലോങ്സ് ടു ദ ചൈൽഡ് എന്നാണ് പറയാ കേട്ടോ. പ്രപ്പോസിഷൻ ആണ്. ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ്. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 86th വൺ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിലേതാണ് പ്രോപ്രിയേറ്റിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സ്പെല്ലിംഗ് നോട്ട് ചെയ്യുക. PROPRIETY, പ്രോപ്രിയേറ്റി കേട്ടോ. എന്ന് പറഞ്ഞാൽ കറക്റ്റ്നെസ് ഉള്ള മീനിങ് ആണ്. കറക്റ്റ്നെസ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് വാട്ട്? ബോൺ ഓഫ് കണ്ടൻഷൻ ഇത് PYQ ആണ്, പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, 87th ആൻസർ എന്താ വരുന്നത്? സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട്. ഒരു ബോണ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഈ ഡോഗ്സിനൊക്കെ ബോണ് കിട്ടിക്കഴിഞ്ഞാൽ അവര് തല്ല് പിടിക്കുന്നൊക്കെ ഓർക്കാം. അതേപോലെ സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് ബോൺ ഓഫ് കണ്ടൻഷൻ. അടുത്തത് കളക്റ്റീവ് നൗണിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ദ ഡാഷ് ഓഫ് വുൾസ് ഹൗൾഡ് അറ്റ് ദി മൂൺ. ആൻസർ പാക്ക് ഓഫ് വുൾസ് അല്ലെ. പാക്ക് ഓഫ് വുൾസ് ഹൗൾഡ് അറ്റ് ദ മൂൺ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സിനോണിം ഫോർ അമെൻമെന്റ്. അമെൻമെന്റ് എന്ന് പറഞ്ഞാല് മോഡിഫൈ ചെയ്യുക അല്ലെ. മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, പരിഷ്കരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പരിഷ്കരിക്കുക, മോഡിഫിക്കേഷൻ ആണ് അമെൻമെന്റ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഏതാ? ഐഡന്റിഫൈ ദി ആന്റണിം ഫോർ ഡെഫിസിറ്റ്. ഡെഫിസിറ്റിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കണം. ഡെഫിസിറ്റിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ വരിക? യെസ്, നമ്മുടെ ലാസ്റ്റ് വൺ. എല്ലാവരും കമന്റ് ചെയ്തേ. ഡെഫിസിറ്റിന്റെ ആന്റണിം. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കുറവ് അല്ലെ. അപ്പൊ അതിന്റെ ആന്റണിം എന്ന് പറഞ്ഞാൽ സർപ്ലസ് ആയിട്ടുള്ളത്. ഓക്കെ, പ്ലസ് ഉണ്ടല്ലോ, സർപ്ലസ് ആയിട്ടുള്ളത്, കൂടിയത്. ഓക്കെ, കുറവല്ല, കൂടിയിട്ടുള്ളത്. എന്നാണ് ഡെഫിസിറ്റിന്റെ ആന്റണിം. സ്മഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മഡ്ജ് പ്രൂഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. കരി അല്ലെങ്കിൽ കറുത്ത പാടാണ് സ്മഡ്ജ്. റിപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? റിപ്രൈസ് എന്ന് പറഞ്ഞാൽ
ആവർത്തിക്കുക. റീ ഉണ്ടല്ലോ, ആവർത്തിക്കുക കേട്ടോ. റിപ്രൈസ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. സിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിട്ട് സ്നാക്സ് ആണ്. ഓക്കെ, നമ്മൾ ഈവനിങ്ങിലൊക്കെ കഴിക്കുന്ന സ്നാക്സിനെയാണ് സിപ്പറ്റ് എന്ന് പറയാ. കംപ്ലീറ്റ് ദി ക്ലോസ് സ്യൂട്ടബ്ലി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ ഡാഷ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് അല്ലെ, ഹാഡ് പ്ലസ് V3 ഫോം. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തുണ്ടാവും, പ്ലസ് V3 ഉണ്ടാവും അല്ലെ. അപ്പോ V3 ഫോം ഇവിടെ 4 ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളതിൽ ഒരു സ്ഥലത്ത് മാത്രമേ V3 ഉള്ളൂ അല്ലെ. മെറ്റ് കൊടുത്തിട്ടുള്ളത് മീറ്റ്, മെറ്റ്, മെറ്റ്. V3 ഫോം മെറ്റ് ആണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് കിട്ടി ഹാവ് പ്ലസ് V3 ഫോം. അതിന്റെ മുമ്പിൽ ഒരു കുഡും ഉണ്ട്. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ഓക്കെ, അതിൽ ഏതാണ് നമ്മുടെ കൊളീഗിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി അല്ലെ. കൊളീഗിന്റെ സ്പെല്ലിംഗ് എന്താ? COLLEGUE, കൊളീഗ് കേട്ടോ, കൊളീഗ്. അടുത്ത ചോദ്യം നോക്കാം. ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ബാഡ് വെതർ. എന്തായിരിക്കും ആൻസർ വരിക? കോൾഡ് ഓഫ് അല്ലെ. ദ മാച്ച് ഹാസ് ബീൻ കോൾഡ് ഓഫ് ഡ്യൂ ടു ബാഡ് വെതർ. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കോൾഡ് ഓഫ്. ഓക്കെ, കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റ് എ പ്ലേസ് ആണ് അല്ലെ. കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ, അതൊക്കെ ഓർക്കുക കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം. യൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹി യൂഷ്വലി ഗോസ് ആണ് അല്ലെ. ഹി സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് നടക്കുന്ന ഹോബീസ്, ഹാബിച്വൽ ആക്ഷൻസ് അതൊക്കെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റൻസിലാണ് പറയാം. അടുത്ത ചോദ്യം നോക്കാം. ദ കട്ട്ലറി ഐ ബോട്ട് യെസ്റ്റർഡേ ഡാഷ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ആൻസർ വരുന്നത് എസ് ആണ്. ഓക്കെ, കട്ട്ലറിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് വേണം പറയാൻ. അപ്പൊ യെസ്റ്റർഡേ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് വേർന്നുള്ള ആൻസറിലേക്ക് പോകരുത്. സിംഗുലർ എന്നുള്ള രീതിയിൽ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള ആ കട്ട്ലറി വളരെ എക്സ്പെൻസീവ് ആണ് അല്ലെ. അതൊരു ഫാക്ട് പോലെ പറയുന്നതല്ല, വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് ആൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ചാനൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അഡ്ജക്റ്റീവ്, ആഡ്വർബ് ഇതൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മ്യൂണ്ടെയിൻ ആണ് അല്ലെ. മ്യൂണ്ടെയിൻ. മ്യൂണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡിനറി, ഓർഡിനറി, സാധാരണക്കാർ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു വേർഡാണ് മ്യൂണ്ടെയിൻ എന്ന് പറയുന്നത്. അൺകാൻഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് ആൻ ആഡ്വർബ് അല്ലെ. അൺകാൻഡ്ലി എന്ന് പറയുന്ന ആഡ്വർബ് ആണ്. LY വരുമ്പോൾ മിക്കതും ആഡ്വർബ് ആണെന്നൊക്കെ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കമന്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരു വെർബ് ആണത്. കമൻസിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാലോ, ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എഴുതാം. പിന്നെ റിഗർ എന്ന് പറഞ്ഞാൽ അത് നൗൺ ആണ്. നൗണും വെർബും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ആണ് റിഗർ കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, മ്യൂണ്ടെയിൻ ആണ്. അടുത്ത ചോദ്യം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ആക്റ്റീവ് പാസീവ് വോയിസിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് ടെൻസിന് മാറ്റം വരില്ല അല്ലെ. അപ്പൊ someone has asked John to make a speech at the meeting. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിന്റെ കൂടെ ഒരു ബീൻ ചേർത്തിട്ട് പറയാം അല്ലെ. ജോൺ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദി മീറ്റിംഗ് ബൈ someone. ഇറ്റ് ഇസ് ഓപ്ഷൻ സി. അടുത്തത്. പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി ഓപ്ഷൻസ് വിച്ച് മീൻസ് ടു സ്വെയർ ഫോൾസ്ലി എന്ന് പറഞ്ഞാൽ കള്ളസത്യം പറയാ, കള്ളസാക്ഷ്യം പറയാന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ദാറ്റ് ഇസ് പെർജുവർ ആണ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് പെർജുവർ അല്ലെ. അടുത്തത്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ആൻസർ ഷാൽ വി ആണ്, ഒന്നും നോക്കാനില്ല. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് എന്നൊക്കെ കണ്ടു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ആൻസർ ആയിട്ട് വരുന്നത് ഷാൽ വി ആണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് സിനോണിം ഓഫ് ദി വേർഡ് പെൻസീവ്. പെൻസീവ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ചിന്തിക്കുക. അതേ മീനിങ് വരുന്നതാണ് കണ്ടംപ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കുക അല്ലെ. കണ്ടംപ്ലേറ്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീപ്ലി തിങ്ക് ചെയ്യുക എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വേർഡാണ് കണ്ടംപ്ലേറ്റ് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മൾ ആലോചിക്കുന്നു? ഞാൻ പറഞ്ഞിരുന്നു എക്സാമിന് നമ്മൾ ഇങ്ങനെ പെന്നൊക്കെ വെച്ച് കുറെ നേരം ആലോചിച്ചിരിക്കും എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കണ്ടംപ്ലേറ്റ്, ഒരു പ്ലേറ്റ് കണ്ടു കഴിയുമ്പോൾ കണ്ടംപ്ലേറ്റ് നമ്മളിങ്ങനെ ഓർക്കും അല്ലെ. ബുഫേലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും ഏത് ഫുഡ് എടുക്കണം എന്നൊക്കെ കാര്യമായിട്ട് ചിന്തിക്കും എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്, കണ്ടംപ്ലേറ്റീവ് ആണ്. ഓക്കെ, find out the meaning of the underlined words given below 81 to 82. Okay, I didn't want to eavesdrop. Eavesdrop എന്ന് പറഞ്ഞാൽ എന്താ? eavesdrop എന്ന് പറഞ്ഞാൽ to listen secretly കേട്ടോ. eavesdrop ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. eavesdrops എന്ന് പറഞ്ഞാൽ എന്താ? to listen secretly. അടുത്ത ചോദ്യം. I could see that he was fidgeting. fidgeting എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി ആണ്. SSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു വേർഡ് ആണ് ഫിഡ്ജറ്റ് കേട്ടോ. അപ്പോ ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ. കംപ്ലീറ്റ് ദി ഫോളോയിങ് സെന്റൻസസ് ചൂസിംഗ് ദി കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് 83 to 84. ഓക്കെ,
83rd one, if you are a painter. Okay, if you are a painter. എന്തായിരിക്കും ആൻസർ? പ്രസന്റിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി, യു മേ കം ഇൻ. ഓക്കെ, പ്രസന്റിൽ ആയതുകൊണ്ട് തന്നെ മേ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ യു മേ കം ഇൻ ആണ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, 84th one, whenever he found himself alone. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം? ഫൗണ്ട് എന്ന് പറഞ്ഞാൽ V2 ആണ് അല്ലെ. V2 ആണെങ്കിൽ V2 ഫോം ഓഫ് ദി വെർബ് നമുക്ക് നോക്കാം. ആൻസർ ഡിയില് ഹി ഡ്രൂ കാറ്റ്സ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, എന്നാലും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ. whenever he found himself alone, he drew cats. അടുത്ത ചോദ്യം നോക്കാം. നൈന വാസ് അമേസ്ഡ് ഡാഷ് ഹെർ ഓൺ സ്ട്രെങ്ത്. എന്തായിരിക്കും ആൻസർ വരിക? അമേസ്ഡ് അറ്റ് ആണ്. അമേസ്ഡ് അറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഈ നോൺ ലിവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ പേഴ്സൺസ് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഫീലിംഗ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. ബൈ നമ്മൾ യൂസ് ചെയ്യുന്നത് പേഴ്സണിനെ പറയുമ്പോഴാണ് കേട്ടോ. അപ്പൊ അറ്റാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. രജത് റാൻ ഡാഷ് ഇൻ ടു ദി ഗാർഡൻ. ആൻസർ രജത് റാൻ ഓൺ ഇൻ ടു ദി ഗാർഡൻ. ഓക്കെ, ഇറ്റ്സ് ഓപ്ഷൻ ബി ആണ്, റാൻ ഓൺ ഇൻ ടു ദി ഗാർഡൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക, ഗാർഡനിലേക്ക് ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി റാൻ അപ്പ് എന്ന് പറഞ്ഞാൽ പൈലപ്പ് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ വരുന്നത്. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, ആൻ എയറി സൗണ്ട് ഫ്ലോട്ടഡ് ഡാഷ് ദി എയർ. ഫ്ലോട്ടഡ് ഇൻ ദി എയർ ആണ് ആൻസർ ആയിട്ട് വരിക. ഇറ്റ്സ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി നമുക്ക് പാസേജ് നോക്കാം. Read the passage given below and answer the following questions. 88 to 90. Whenever I became the owner of a tiny little piece of this wide earth, I felt very happy. It was a 2-acre plot with coconut palms and an old house where we could live. There were the days when the price of coconuts was going up. Okay, when the price of coconuts was going up, and I was in high spirits at the thought of the palm laden with coconuts. Okay, palms laden with coconuts. Okay, അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈസ് ഓഫ് ഡാഷ് വാസ് ഗോയിങ് അപ്പ്. എന്തായിരിക്കും? പ്രൈസ് ഓഫ് കോക്കനട്ട്സ് അല്ലെ. സോ ഇറ്റ്സ് ഓപ്ഷൻ സി. ഹൗ ഡിഡ് ദ ഓദർ ഫീൽ? ഓദർ എന്താ ഫീൽ ചെയ്തിട്ടില്ല? ഭയങ്കര ഹാപ്പി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ലൈഫ് ഫെൽറ്റ് വെരി ഹാപ്പി. ഹാപ്പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാക്ക് ഇറ്റ് ഇസ് എലൈറ്റഡ്. എലൈറ്റഡ്, വളരെ ഹാപ്പി ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ സജസ്റ്റ് വൺ വേർഡ് ഫോർ ദി ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. ഹൈ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ജോയ്ഫുൾ ആയിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ ഇറ്റ്സ് ഓപ്ഷൻ ഡി. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഹാൻഡ് കർച്ചീഫിന്റെ പ്ലൂറൽ ഫോം അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഹാൻഡ് കർച്ചീഫ്സ് ആണ്. ഇറ്റ്സ് ഓപ്ഷൻ ബി, ഹാൻഡ് കർച്ചീഫ്സ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് എ ഡോഗ് പോളിസി? ഓക്കെ, എ ഡോഗ് ഇൻ ദി മാഞ്ചർ പോളിസി. എ ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി എന്ന് പറഞ്ഞാല്, ഓക്കെ, ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? എ മാൻ ഹൂ പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. ഓക്കെ, നമ്മൾ പറയില്ലേ പട്ടി പുല്ല് തിന്നൂല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കൂല അല്ലെ. ആ ഒരു സംഭവമാണ് കേട്ടോ. എ ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി എന്ന് പറഞ്ഞാൽ എ മാൻ ഹൂ പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് ആണ്. ഇറ്റ്സ് ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യം നോക്കാം. 83rd one, spot the error. Although he left home early, but he reached school late. ഓക്കെ, അപ്പൊ ഓൾദോ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ബട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എവിടെ എറർ ആയിട്ട് വന്നിട്ടുള്ളത്? ഓപ്ഷൻ ബിയിലാണ് എറർ വന്നിട്ടുള്ളത്. ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി, ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ് എന്നുള്ളത് മതി കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 84 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഫാസിമിലി അല്ലെ. ഫാസിമിലി എന്ന് പറഞ്ഞാൽ എന്താ? എക്സാക്ട് കോപ്പി. ഓക്കെ, കോപ്പിയാണ് ഫാസിമിലി. 84th ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. ഇനി 85 നോക്കാം. നെവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ്. ഓക്കെ, നെവീൻ സെഡ്. അപ്പോൾ റിപ്പോർട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. നീഡ് ഐ ഗോ അറ്റ് വൺസ് ആണ്. അപ്പൊ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഐ മാറിയിട്ട് ഹീ ആയിട്ട് വരും അല്ലെ. ഹീ ആണ് വരിക. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ബിനെ എടുത്ത് മാറ്റാം. പിന്നെ നീഡ് ഐ ഗോ അറ്റ് വൺസ് എന്ന് ചോദിക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ്ക്ഡ് ആണ് ആൻസറിൽ വരിക അല്ലെ. അപ്പൊ നീഡ് ഐ ഗോ അറ്റ് വൺസിന് എങ്ങനെയായിട്ട് വരും? ഇവിടെ നെവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. ഓക്കെ, പ്രസന്റ് എന്നുള്ളത് പാസ്റ്റ് ആയിട്ട് മാറും അല്ലെ. ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 85ന്റെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. കിട്ടിയോ? അപ്പൊ ഇവിടെ ആസ്ക്ഡ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം 86th one. നൺ ഓഫ് ദി വർക്ക് മെൻ അറൈവ്ഡ്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? നൺ ഓഫ് ദി വർക്ക് മെൻ. നമുക്കറിയാം നണ്ണ് വരുമ്പോൾ ദാറ്റ് ഇസ് നെഗറ്റീവ് അല്ലെ. നെഗറ്റീവ് ആണ്. അപ്പൊ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളത് അറിയാം. ഓക്കെ, പിന്നെ അറൈവ്ഡ് കണ്ടപ്പോൾ മനസ്സിലായി ഡിഡ് ചേർത്തിട്ടാണ് പറയേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ ഇറ്റ് ഇസ് ഡിഡ് ദേ ആണ് ആൻസർ ആയിട്ട് വരിക. നണ്ണൊക്കെ വരുമ്പോൾ നമ്മൾ ദേ വേണം യൂസ് ചെയ്യാൻ അല്ലെ.
ഓക്കെ, നൺ ഓഫ് ദി വർക്ക്മെൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഡിഡ് ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 87th നോക്കുകയാണെങ്കിൽ leptospirosis is related with ഏതാണ്? leptospirosis is related with ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി റാറ്റ് ആണ് കേട്ടോ, റാറ്റ് ആണ്. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഇസ് വർത്ത് 2 in ഡാഷ് ബുഷ്. 88th ആണ്. ഇതൊരു പ്രോവർബ് ആണ് അല്ലെ. എന്താ ആൻസർ ആയിട്ട് വരുന്ന 88th ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി എ ബേർഡ് ഇൻ ഹാൻഡ് ഇസ് വർത്ത് 2 in the bush. ഓക്കെ, 88th ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. 89th നമ്മൾ ഇന്നലെയും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹി ഈസ് ബീങ് അക്യൂസ്ഡ് ഓഫ് ആണ് കേട്ടോ. അക്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഓഫ് ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ അക്യൂസ്ഡ് ഓഫ് എന്നുള്ള ഇതാണ് പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക. 89th ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. 90th ആൻസർ നോക്കുകയാണെങ്കിൽ ദേ ഹാവ് കോൺടാക്റ്റഡ് എവരി വൺ കൺസേൺഡ്. ചേഞ്ച് ദി വോയിസ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ആക്റ്റീവ് വോയിസ് ആണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹാവ് ഒക്കെ വന്നു കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ ആൻസറിനകത്ത് ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ ഓപ്ഷൻ ഡീനെ എടുത്ത് മാറ്റാം. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോൺടാക്റ്റഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 90C ആണ്. ഓക്കെ, 90C ആണ് കേട്ടോ.